ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ, സഹോദരി സഹോദരന്മാരെ, ഭായിയോ മോർദൻ, നിങ്ങളെ ഇങ്ങനെ നിർത്തി ബുദ്ധിമുട്ടിക്കേണ്ടി വന്നത് നിങ്ങൾക്ക് പ്രശ്നം. എന്തു ചെയ്യാം, ചില സമയങ്ങൾ ഇങ്ങനെയാണ്. നമ്മുടേതൊരു ജനാധിപത്യ രാജ്യമാണ്. ഇവിടെ കാര്യങ്ങൾ നടപ്പാക്കുന്നത് ജനാധിപത്യ രീതിയിലായിരിക്കണം എന്ന് ഞങ്ങൾക്ക് നിർബന്ധമുണ്ട്. ഇത് ഒരു നിർണായകമായ പ്രതിസന്ധിയാണ്. ഭരണഘടനയനുസരിച്ച് നിങ്ങൾക്ക് എല്ലാ സ്വാതന്ത്ര്യവും ഞാൻ ഉറപ്പുതരും. ഇവിടുത്തെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, നിങ്ങളുടെ ഇടയിൽ 2 കള്ളന്മാർ നുഴഞ്ഞു കയറിയിട്ടുണ്ട് എന്നുള്ളത്. അവരെ എത്രയും പെട്ടെന്ന് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ജോലി. അത് ഞങ്ങളുടെ ഡ്യൂട്ടിയാണ്. ഞങ്ങളുടെ മിടുക്കന്മാരായ ഓഫീസർമാർ ഇപ്പോൾ നിങ്ങളുടെ ഇടയിൽ വരും. അവരെ കണ്ടുപിടിച്ചു. നിങ്ങളൊന്ന് സഹകരിക്കണം എന്ന് മാത്രം. ഓഫീസേഴ്സ്, കം ഓൺ സെർച്ച്. ഓക്കെ, നിർഭാഗ്യകരം എന്ന് തന്നെ പറയേണ്ടിയിരുന്നു. ആ കള്ളന്മാരെ കണ്ടുപിടിക്കാൻ ഞങ്ങളുടെ മിടുക്കന്മാരായ ചുറുചുറുക്കൾ ഓഫീസേഴ്സിന് സാധിച്ചു. പക്ഷെ നിങ്ങളെ ഇങ്ങനെ നിർത്തി ബുദ്ധിമുട്ടിക്കാൻ ഞങ്ങൾക്ക് ആഗ്രഹമില്ല. കള്ളന്മാരെ കണ്ടുകിട്ടാതെ നിങ്ങൾക്ക് ഇവിടെ നിന്ന് പോകാനും സാധ്യം ആയതിനാൽ നിങ്ങൾക്ക് തൽക്കാലം ഈ ഗാലറികളിലേക്ക് കയറിയിരിക്കാം. Come on, carry it, please. Come on. Come on, search!
ഓക്കെ, ഇതൊരു നിർണായകമായ പ്രതിസന്ധിയാണ്. ഞങ്ങൾക്ക് കള്ളന്മാരെ കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതൊരു സത്യം. അവസാനമായി ഞാൻ നിങ്ങളോട് ആവശ്യപ്പെടുകയാണ്, ദയവായി ഇതിലുള്ള കള്ളന്മാർ സ്വയം വെളിപ്പെടുത്തണം. നിങ്ങൾ സ്വയം വെളിപ്പെടുത്തുകയാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും സ്വതന്ത്രമായി ഇവിടെ നിന്ന് പിരിഞ്ഞു പോകാവുന്നതാണ്. പ്ലീസ് കം ഓൺ, കള്ളന്മാർ സ്വയം വെളിപ്പെടുത്തണം. പ്ലീസ് പ്ലീസ് പ്ലീസ്.
രക്ഷപ്പെട്ടു എന്ന് പറയാനായില്ല. ഏത് നിമിഷവും ആ പോലീസുകാരും നാട്ടുകാരും ഇവിടെ വരും. അവർ നമ്മുടെ പുറകെ തന്നെ ഉണ്ടാവണം. പോലീസിന്റെ പിന്നെ സഹിക്കും. പക്ഷെ നാട്ടുകാര് പട്ടിത്തണ്ട് നായ മക്കളെ പരിചയ എന്നും വിളിച്ച് നമ്മളെ തല്ലുന്ന ചെന്നായിക്കളെ പോലെ ആക്രമിക്കാൻ പാടെടുക്കുന്ന നാട്ടുകാരെ എനിക്ക് പേടിയാവാ. ഇതേതാണ് ഈ സ്ഥലം. മുമ്പൊന്നും ഞാനിത് കണ്ടിട്ടില്ല. എടാ, ഇത് നമ്മുടെ നാടെന്നല്ലോ. നമുക്കൊന്ന് നടന്നു നോക്കിയാലോ? കണ്ടിട്ട് ഇതൊരു വലിയ നഗരാണെന്ന് തോന്നുന്നു. ഇല്ല? അതെ അതെ. അല്ലടാ, നമ്മളിപ്പോ എത്തിയിരിക്കുന്നത് ദില്ലിയിലാണോ? എടാ, ദില്ലി എന്ന് പറയുന്നത് ഒരു മഹാനഗര. നമ്മൾ തൃശ്ശൂരിന്ന് ട്രെയിനിൽ 3 ദിവസം യാത്ര ചെയ്താലേ ദില്ലിയിലെത്തും. അവിടെ ഇപ്പൊ നമ്മളെ പോലുള്ള തുക്കട കള്ളന്മാരൊന്നും ആവശ്യമില്ല. നമുക്ക് പ്രദേശമില്ല. അതെന്താ? അത് അവിടെ ഇപ്പോ വലിയ വലിയ മോഷ്ടാക്കൾ, വലിയ വലിയ കള്ളക്കടത്തുകാർ, കൊള്ളക്കാർ, ചതിയന്മാർ, വഞ്ചകന്മാർ, അങ്ങനെയുള്ളവർക്ക് സ്ഥാനം. ഇതൊരു വയലല്ല, അല്ല കാട് അല്ലേ? എടാ, ഇതെനിക്ക് ഒരു പൂന്തോട്ടം പോലെയാണ് തോന്നുന്നു. അപ്പോ ഇവിടെ എത്ര വലിയ ധനികരൊന്നും ഉണ്ടാവില്ല അല്ലെ? ആ കമ്പിപ്പാലിന്റെ കയ്യിലുണ്ടല്ലോ, അതോ പുഴയിൽ ചിലപ്പോൾ കാണാം. അതിന്റെ രീതിയിലുണ്ട്. ആ, ആവശ്യം വരും. എടാ, ഇവിടെ എങ്ങാനും കുറച്ച് വെള്ളം കിട്ടും. എനിക്ക് വല്ലാത്തടാ. ആ പുഴയിലെ വെള്ളം മൊത്തം കുടിച്ചു തീർത്തിട്ടും നിന്റെ ദാഹം മാറിയോടാ. നിന്റെ വയറിലാണില്ലേ? അവനൊരു വലിച്ച തമാശ.
എടാ ഇയാളുടെ ടെക്സ്റ്റ് പോലീസാ നമ്മളെ ഒറ്റിക്കൊടുക്കും. ഭക്ഷണം വിശന്നിട്ടാണല്ലേ ഭക്ഷണശാലയിലേക്ക് പോകാം. അവിടെയാണ് ഭക്ഷണശാല. ഞാനും അവിടേക്കാ പോകുന്നത്. തോന്നുന്നു നമ്മുടെ ഏതോ വിഡ്ഢികളുടെ ലോകത്താ വന്ന് പെട്ടിരിക്കുന്നത്. നീ അയാൾ പറഞ്ഞത് കേട്ടില്ലേ? വിശക്കുന്നുണ്ടെങ്കിൽ ഭക്ഷണശാലയിലേക്ക് ചെല്ലാൻ. ഭക്ഷണശാല രക്ഷപ്പെടാൻ കിട്ടിയ ആ ഒരു പിടിവല്ലേ. നല്ല ചോറിന്റെ മണം. അത് നിനക്കെനിക്കറിയാം. നീ ബസുമതി കഴിച്ചിട്ടുണ്ടോ? ഇല്ല, പക്ഷെ എല്ലാം നല്ല മണം ഏകദേശം. എടാ ഈ കോഴിയിറച്ചി, പോത്തിറച്ചി, മീനും, ആടും താറാവും എല്ലാം ഉണ്ടാവില്ലേ? എല്ലാം ഉണ്ടാവും. പക്ഷെ ഇതൊക്കെ കഴിക്കാൻ നമ്മുടെ കയ്യിൽ കാശുണ്ടോ? ഇല്ലല്ലോ. എടാ ഈ പൊരിച്ച കോഴിയും വറുത്ത മീനും ഈ താറാവും വരട്ടിയ പോത്തിറച്ചി ചോറും അതിന് സാമ്പാർ വെച്ച് പപ്പടൊക്കെ കുട്ടികൾ കുഴച്ചടിക്കാൻ കുറെ കാശാവില്ല. അപ്പം അതിനൊരു വഴിയുണ്ട്. നമ്മള് ഇറങ്ങി കഴിച്ചിട്ട് തയ്യാറുണ്ട് നമ്മൾ ഉപയോഗിച്ചത്. പരിസരമല്ല. നീ എന്താ വിചാരിച്ചേ? എല്ലാവരും ആ വിവരങ്ങളെ തള്ളയെ പോലെയായിരുന്നു. രാത്രി കാണാം. ശരി. ഭക്ഷണം കഴിച്ചിട്ട് പണം കൊടുക്കാതെ പോയത്.
നീ ഇത് കണ്ട എടാ ഈ പാത്രത്തിന് തന്നെ നല്ല വില വരും. നമുക്ക് തടിച്ചു മാറ്റിയാലോ? നീ ആദ്യം ഭക്ഷണം കഴിക്കും, ആദ്യം വിശപ്പ് മാറ്റാം. ഇവിടെ രണ്ടുപേർക്ക് പായസം. അയ്യോ പായസം ഒന്നും വേണ്ട. പായസം കുടിക്കില്ലേ? നല്ല അണ്ടിപ്പരിപ്പും ബദാമും മുന്തിരിയൊക്കെ ചേർത്ത് ആവി മറക്കുന്ന നല്ല മധുരമുള്ള പായസം. ആവാം. ഒരു ഗ്ലാസ്. എങ്ങനെയുണ്ട്? ഗംഭീരം. എന്ത് വേണമെങ്കിലും മടി കൂടാതെ ചോദിക്കാം, ഞാനിവിടെ ഉണ്ടാകും. ഇതാ പറ്റിയ സമയം. അല്ല ഇതാരുടെ ഭക്ഷണശാല? ഇതോ? ഇതെല്ലാവരുടെയും. ഇവിടെ ഭക്ഷണം കഴിക്കാൻ വരുന്ന മുഴുവൻ ആളുകളുടെയും. നിങ്ങളുടെയും. താങ്കൾ ഒരു തന്ത്രശാലിയായ കച്ചവടക്കാരൻ തന്നെ. അല്ല, നിങ്ങളാണോ ഇതിന്റെ ഓണർ? ആ ഓണർ ഓണർ ഓണമല്ല, കോണർ. കോണർ ശശിധരൻ, അതാണ് പേര്. കോണർ ശശിധരൻ. പണം ഞങ്ങൾ തരും. ആ പണം ഈ മാസാവസാനം ഒരുമിച്ച് തരുന്നല്ലോ. അതെ, ഒരു 10 പുസ്തകത്തിൽ ഞങ്ങളുടെ പേര്. പേര് നിങ്ങളുടെ പുതിയ ആൾക്കാരാണല്ലേ, അപ്പൊ ഞാൻ നിങ്ങളുടെ പേര് എഴുതി വെക്കാം. ഭക്ഷണം ഉണ്ടാക്കാനോ? അങ്ങനെയാണെങ്കിൽ വേഗം എഴുതിക്കോളൂ. പറഞ്ഞില്ല എന്ത് പേര്? ഞാൻ മദനൻ. ഞാൻ രമണ. രമണൻ. മദൻ. രമണൻ. മദനൻ രമണൻ. മദനൻ രമണൻ. അതെ. ഇനി എന്താ എഴുതി കഴിഞ്ഞില്ലേ?
മണ്ടിക്കോ ഓടണ ഞാനട ദൈവം രമണ, എടാ, നീ പറഞ്ഞത് ശരിയാണോ? അതെ, നമ്മളേതോ വിട്ടികളുടെ ലോകത്താ വന്നിരിക്കുന്നത്. പിന്നീട് ആരെങ്കിലും എഴുതുന്നോ നോക്കിയേ. ഇവന്മാരുണ്ടല്ലോ, ഇവന്മാർ നമ്മളെക്കാളും വലിയ കടമാണെന്ന് എനിക്ക് തോന്നുന്നത്. ആരെങ്കിലും വരുന്നുണ്ടോ? ഞാൻ നോക്കിയിട്ടേ ആരെയും കാണാനില്ല. എന്തായാലും സൗജന്യമായിട്ട് നല്ലൊരു ഊണ് കഴിച്ചു. ഇന്ന് രാത്രി ഒന്നും കിട്ടിയാലും കുഴപ്പമില്ല. നാളെ നമുക്ക് അവിടെ തന്നെ ഭക്ഷണം കഴിക്കാൻ പോയാൽ മതി. പോണം, ഉറപ്പായും പോണം. പാതിരാത്രിയിൽ. പാതിരാത്രി? എടാ, നീ അയാൾ പറഞ്ഞത് കേട്ടില്ലേ? 10 മണിയാവുമ്പോൾ അത് കൂട്ടിപ്പോവും, പിന്നെ ഭക്ഷണം കിട്ടില്ല. കടടയ്ക്കാതെ നമ്മൾ പോയിട്ട് എന്താ കാര്യം? എടാ, നീ മോഷ്ടിക്കാതെ വരുമോ? അല്ല, അവിടെ പോയിട്ട് അരി അടിച്ചു കൊടുക്കാൻ. നോക്കിയടാ, എന്തോരം പഴങ്ങളാ. ഒരുപാട് വിലക്കുണ്ടല്ലേ. നമുക്കിത് അടിച്ചു മാറ്റിയാലോ? അടിച്ചു മാറ്റാം, ആരില്ല. കുറച്ച് പഴമക്കാമായിരുന്നില്ലേ? ഏയ് വേണ്ട, കണ്ടിട്ട് അത്ര നല്ലതല്ല. അതെ, വളരെ മോശം പഴം. അത് മാത്രം പറഞ്ഞു. ഇതൊന്ന് കഴിച്ചു നോക്കിയേ. നല്ല മധുരമുണ്ടോ? ഈ ഒരെണ്ണം കഴിച്ചിട്ട് നല്ല മധുരം തന്നെ പറയാം. അതെ, ഒരെണ്ണം കഴിച്ചിട്ട് ഞങ്ങളിങ്ങനെ നല്ല മധുരം എന്ന് പറയാം. അപ്പോ ഞങ്ങൾ അങ്ങോട്ട് അതെ, നിങ്ങൾ അതുവഴിയല്ലേ പോകുന്നത്? അതുവഴി അവിടെ ആശുപത്രിയിൽ ഡോക്ടർ പ്രഭാകരൻ ഉണ്ടാവും. അതെ, ഈ പഴങ്ങളെല്ലാം ഞങ്ങൾ കൊടുക്കാം കൊടുക്കാം കൊടുക്കാം. മണ്ടിക്കോ ഓടണ ജാതക വേഗം അകവും പകവും കീഴണ്ട എലി വരുന്നേ ആള് വരുന്നേ വയ്യാതെ വരുന്നേ. മുതല കണ്ടോ? ആ കാണുന്നതാണ് ക്ലിനിക്. അല്ല, നമ്മൾ ഡോക്ടർക്ക് കൊടുക്കുന്ന പണം വെച്ചിട്ട് നിർത്തില്ലേ? എടാ, അവിടെ നടക്കുന്നത് എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നേ. അവരെല്ലാം സൗജന്യാണെന്നാ തോന്നുന്നത്. ശരിയാ, ആളുകൾ വരുന്നു, ചികിത്സിക്കുന്നു, മരുന്നുകൾ വാങ്ങുന്നു, പോകും. പണം ഇട്ട് ആർക്കും കൊടുക്കുന്നതും കാണാനില്ല. എടാ, അവിടെയും എല്ലാം സൗജന്യമാണെന്നാ തോന്നുന്നത്. എന്തായാലും നമ്മൾ വന്ന് പെട്ടിരിക്കുന്ന സ്ഥലം അടിപൊളി. ഇവിടെ ഉള്ളവർക്കൊക്കെ നമ്മൾ നന്നായിട്ട് പോകുന്നു. അത് ചിലപ്പോ അവർ നമ്മളെ കണ്ടിട്ട് ഉന്നത കുലത്തിൽപ്പെട്ട ആരെങ്കിലും ആണെന്ന് തെറ്റിദ്ധരിച്ചതായിരിക്കും. നിന്നെ കണ്ടിട്ട് ആകെ 2
ശരിയാടാ, നമ്മൾ ആരാണ് ശരിക്കും അറിയാം. അവര് നമ്മളെ തല്ലിക്കൊല്ലു. നമുക്ക് ഇവിടെ എങ്ങോട്ടെങ്കിലും പോയാ വേറെ തന്നെ. എന്റെ മുത്തപ്പോ, അടുത്ത ജന്മത്തിലെങ്കിലും നല്ല വെളുത്തു തുടുത്തൊരു ബ്രാഹ്മണനായി നീ എന്നെ ജനിപ്പിക്കണേ. എന്നാ തൂറാമുണ്ടാവും. നീ ഇത് പറഞ്ഞപ്പോഴേ എനിക്കിവിടെ അങ്ങനെ പൂരി മെഴുകി നാറ്റിക്കാനാ തോന്നുന്നത്. പാട്ടും പാട്ടും ഇവന്മാർക്ക് രാത്രി ഉറക്കൊന്നുമില്ല. എടാ, എന്തൊരു സന്തോഷമോ മനുഷ്യരാണല്ലേ. ഈ പാദരാത്രിയിൽ ഇങ്ങനെ കളിച്ചു നടത്തുന്നവരെ തല്ലി ഓടിക്കാൻ പോലീസ് ഒന്നില്ലടാ. എടാ, അവർ ഇങ്ങോട്ടേക്ക് വരുന്നത്. എടാ, നമുക്ക് അവരെ കൂടെ ആടി പാടി ആടെ മനുഷ്യരെ
ഇവിടെ മുഴുവൻ രഹസ്യ പോലീസാണ്. നമുക്കൊന്ന് വേണം പോയത്. ഈ മനോഹരമായ ഇഷ്ടികച്ചുവൻ അമ്പിളി വട്ടത്തിൽ ഇത്രയും സുന്ദരമായ ഒരു ദ്വാരം ഭാര്യമാരായ സുഹൃത്തുക്കളെ, നിങ്ങളാണോ അതുണ്ടാക്കിയത്? അതും ഈ ചെറിയ കമ്പി കൊണ്ട് മനോഹരമായി. അത് ഞങ്ങള് ചുമരിന് വില നോക്കിയതാണ്. അപ്പൊ നിങ്ങൾ ആർക്കിടെക്റ്റുകളാണോ? നോക്ക്, വിദഗ്ധന്മാർ. നിങ്ങൾക്ക് ഞങ്ങളെ ജയിലിൽ അടയ്ക്കാനുള്ള ഉദ്ദേശമില്ല. വെറുതെ പരിഹസിക്കാതെ അതങ്ങോട്ട് ചെയ്യും. പരിഹസിക്കുകയോ? ആ, ഞങ്ങളെ പിടിച്ചു. ഞങ്ങളെ വെറുതെ കഴിപ്പിക്കാതെ ചെയ്യേ. അതെ, ഇന്നലെ പിടിക്കപ്പെടുമെന്ന് വിചാരിച്ച ഇന്നലെ ശരിക്കും പിടിച്ചു. എന്ത് പിടിക്കുന്ന കാര്യമാണ് സുഹൃത്തുക്കൾ നിങ്ങൾ ഈ പറയുന്നത്? 2 കള്ളന്മാരെ പിടിച്ചു. നിങ്ങൾ രഹസ്യ പോലീസാണെന്ന് ഞങ്ങൾക്കറിയാം. അവരാണ്. നോക്കൂ, ആ കയ്യിലുള്ള ചെറിയ കമ്പി കണ്ടോ? അതുകൊണ്ടാണ് ഈ ദ്വാരം ഉണ്ടാക്കിയിരിക്കുന്നത്. അത്ഭുതമായിരിക്കുന്നല്ലേ? അതെ, ഞങ്ങളാണ് ഈ ദ്വാരം ഉണ്ടാക്കിയത്. നിങ്ങൾ എന്താ ചെയ്യേ? അതല്ല, ഈ പൂച്ച എലിയെ തട്ടിക്കളിക്കുന്ന പോലെ വിനോദത്തിനാണ് താല്പര്യമെങ്കിൽ പറഞ്ഞാൽ മതി, ഞങ്ങൾ നിന്ന് തരാം. എന്തിനാ ദേഷ്യപ്പെടുന്നത്? നിങ്ങൾ ആരാ? ഞങ്ങൾ കള്ളന്മാർ, പെറുക്കികൾ, നായകൾ, തെണ്ടികൾ, പട്ടികൾ, അങ്ങനെ 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 ഒരുപാട് പേര്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളതാണ് എന്താ വിളിച്ചോ. അപ്പോൾ നിങ്ങൾ ഹട്ടാമല നാട്ടിൽ നിന്നുമാണ് വരുന്നതല്ലേ? ഹട്ടാമല? ആ, അതൊരു തലതിരിഞ്ഞ നാടാണെന്ന് മാത്രമേ ഞങ്ങൾക്കറിയൂ. ഞങ്ങളുടെ മുത്തശ്ശി പറഞ്ഞ കഥയിലാണ് ഞങ്ങൾ ഹട്ടാമല നാടിനെ കുറിച്ച് കേട്ടിട്ടുള്ളത്. അതെന്തേലും ആവും. നിങ്ങൾ രണ്ടുപേരും ഇവിടെ ഞാനിപ്പോ ഇവിടെ നിൽക്കണേ. എടാ, എത്ര കൊല്ലം ജയിലിൽ കിടക്കുന്നു? എനിക്കെങ്ങനെ അറിയാം? നമ്മുടെ നാട്ടിലാണെങ്കിൽ ചുരുങ്ങുന്ന 3 വർഷം മുമ്പാ. അവര് അങ്ങോട്ടേക്ക് പോയി. നമുക്ക് രക്ഷപ്പെട്ടാലോ? അതെ, ഈ പട്ടണത്തിൽ നിറയെ രഹസ്യ പോലീസുകാരാണ്. അവര് നമ്മളെ പിടിക്കുന്ന ഉറപ്പുള്ള കാര്യം. നമ്മുടെ കയ്യിലെങ്ങാനും പെട്ടെന്ന് പറഞ്ഞാൽ നമ്മൾ തീർന്നു. അവര് നമ്മളെ വെട്ടി നോക്കി. എന്തൊരു അത്ഭുതം! ഇതാരാ ഉണ്ടാക്കിയത്? അവരാണ് ഉണ്ടാക്കിയത്. ആ, മദന രമണ നിങ്ങളായിരുന്നോ? നിങ്ങളാണ് ഈ ദ്വാരം ഉണ്ടാക്കിയത്. ഗംഭീരമായിരിക്കുന്നു. ഇവരെനിക്കറിയാം. ആ, മദനനും രമണനും ഇന്ന് ഉച്ചയ്ക്ക് നമ്മുടെ അതിഥികളായി വന്ന് ഭക്ഷണം കഴിച്ചവരാ. അതെ, ഞങ്ങൾ ഭക്ഷണം കഴിച്ചു, പണം തന്നില്ല. അതിലെന്ത് വേണം? അതെ, ഞങ്ങൾ അവിടെ കരിക്ക് വെട്ടി പിടിച്ചു. പിന്നെ ആ പഴക്കടയിൽ കുറെ പഴങ്ങൾ വായിച്ചു. അയ്യോ, ഇത് എന്തെല്ലാമാണ് സുഹൃത്തുക്കളെ നിങ്ങൾ ഈ വിളിച്ചു പറയുന്നത്? വിശക്കുന്ന മനുഷ്യൻ ഭക്ഷണം കഴിക്കുന്നതിൽ എന്താണ് തെറ്റ്? അതെ, ഇവർ ഈ ദ്വാരം എന്തിനാണ് ഉണ്ടാക്കിയത്? അതാണ് രസം. അവർ പറയുകയാണ് അവർ ഈ ചുവരിന്റെ ബലം പരിശോധിക്കുന്നത്. അല്ല, ഞങ്ങൾ നിങ്ങളുടെ പാത്രങ്ങൾ എടുക്കാൻ വേണ്ടിയാണ്. മുന്നിലൂടെ വന്നാൽ നിങ്ങൾ അറിഞ്ഞല്ലോ. പാത്രങ്ങൾ നിയന്ത്രിക്കാമായിരുന്നല്ലോ. പക്ഷേ ഭക്ഷണം കഴിക്കാൻ നിങ്ങൾക്ക് ഇവിടെ തന്നെ വരണമെന്നുള്ളത് കൊണ്ട് ഈ പാത്രം കൊണ്ടുപോയി എന്ത് ചെയ്യാൻ കഴിയും? അത് മാത്രമല്ല, ഇതിന് വല്ലാത്ത ഭാരം. സുഹൃത്തുക്കളെ, ഇതിന് വല്ലാത്ത ഭാരമല്ലേ? ഭാരം. മുതല, തീയാണ് പിടിച്ചത്. എടാ, ഒന്ന് പിടിച്ചടാ. തമിഴ്നാട്ടിലെ വാക്കുകളാണ്. പണം, ആ, സമ്പത്ത്, കടം, ദരിദ്രം, കച്ചവടം. ആ, ശരിയാ. അതെ, നിങ്ങളുടെ നാട്ടില് സാധനങ്ങൾ വാങ്ങാനായിട്ട് പണമൊന്നും വേണ്ടേ? അതെ, ഇവിടെ ധനികർ, ദരിദ്രർ, വാങ്ങുന്നവർ, വിൽക്കുന്നവർ, അങ്ങനെ ആരുമില്ലേ. ഇവിടെ ഒന്നിനും പണം വേണ്ട. ഓ, ഇവരുദ്ദേശിക്കുന്നത് എന്താണെന്ന് എനിക്ക് മനസ്സിലായി. എല്ലാ സ്വർണ്ണാഭരണങ്ങളെ കുറിച്ചാണ് പറയുന്നത്. ആ പരന്ന ലോകകഷ്ണങ്ങളില്ലേ, അതേ കുറിച്ചാണ് ഇവർ സംസാരിക്കുന്നത്. ഏയ്, അതല്ല, ഈ അക്കങ്ങൾ അച്ചടിച്ച ചിത്രകടലാസുകൾ അതിനെ പറ്റിയാണെന്ന് തോന്നുന്നു. മുത്തശ്ശി ഇവിടെ ഇല്ലാത്തത് എത്ര ഗതികേടായില്ലേ? ഹട്ടാമല നാടിലെ കഥാപാത്രങ്ങൾ ജീവനോടെ ഇരിക്കുന്നത് അവർക്ക് കാണാനുള്ള ഭാഗ്യം
സ്വർണ്ണാഭരണങ്ങൾ തരും. സ്വർണ്ണാഭരണങ്ങളോ? അതിനെന്താ? അത് ലൈബ്രറിയിൽ നിന്ന് ലഭിക്കും. ലൈബ്രറിയിലും ആ, ലൈബ്രറി പുസ്തകങ്ങളുണ്ട്. ഉണ്ട്. ഞങ്ങളുടെ ലൈബ്രറിയിൽ പുസ്തകങ്ങളുണ്ട്, കരകൗശല വസ്തുക്കളുണ്ട്, ചരിത്ര രേഖകളുണ്ട്, പെയിന്റിങ്ങുകളുണ്ട്, സ്വർണ്ണാഭരണങ്ങളുണ്ട്, വെള്ളിയാഭരണങ്ങളുണ്ട്, അങ്ങനെ എല്ലാം ഉണ്ട്. അല്ല, ഇതിനൊക്കെ പണം വേണ്ടേ? എടാ മണ്ട, നിനക്ക് ഇത്ര നേരമായിട്ട് മനസ്സിലാക്കി ഈ നാട്ടിൽ ഒന്നിനും പണമില്ല. ഇവിടെ പണമേ ഇല്ല. അപ്പോ ഈ സ്വർണ്ണാഭരണങ്ങൾ നിങ്ങൾ കൂട്ടിയിടുമായിരിക്കും അല്ലേ? കൂട്ടിയിടുകയോ? എന്തിന്? ഇവിടെ ആർക്കും ആ ആഭരണങ്ങൾ ആവശ്യമില്ല. ഇവിടെ ആരും സ്വർണ്ണാഭരണങ്ങൾ ഉപയോഗിക്കാനേ ഇല്ല. ഇവിടെ ഞങ്ങൾ കൂട്ടിവെക്കുന്നത് പുസ്തകങ്ങളും ചരിത്ര രേഖകളും പെയിന്റിങ്ങുകളും കരകൗശല വസ്തുക്കളും ഒക്കെയാണ്. അത് വേണമെങ്കിൽ നിങ്ങൾക്ക് ലൈബ്രറി സൂക്ഷിപ്പുകാരുടെ അനുവാദം വേണം. ലൈബ്രറി എവിടെയാ? അത് നേരെ പോയി ഇടത്തോട്ട് തിരിഞ്ഞ് 6ാമത്തെ കെട്ടിടം. മകനാ, വാ. അതെ, എങ്ങനെയാണ് നിങ്ങൾ ഈ അമ്പിളി വട്ടത്തിൽ ഇത്ര മനോഹരമായി ദ്വാരമുണ്ടാക്കിയതെന്ന് പറയണം കേട്ടോ. അത് ഞങ്ങൾ നാളെ പറഞ്ഞു തരാം കേട്ടോ. എടാ രമണ, ആ, എടാ അയാള് ലൈബ്രറിയിലേക്ക് പറഞ്ഞിരുന്ന വഴി നിനക്ക് ഓർമ്മ? നേരെ പോയി നേരെ പോയി ഇടത്തോട്ട് തിരിഞ്ഞ് ഇടത്തോട്ട്. ആ, ഇടത്തോട്ട്. 1 1 2 2 3 3 4 4 5 5 6 ആ, ദാ ലൈബ്രറി കെട്ടിടം. ആ. ഇവിടെ സ്വർണ്ണാഭരണങ്ങൾ തേടി ആരും എത്താറില്ല. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഇഷ്ടമുള്ള സ്വർണ്ണാഭരണങ്ങൾ എടുത്തുപയോഗിക്കാം. ആവശ്യം കഴിഞ്ഞാല് ഇവിടെ തിരിച്ചേൽപ്പിച്ചാൽ മതി. ഇത് രാത്രി നടക്കാറില്ല. പിന്നെ അല്ലെങ്കിൽ കുഴപ്പ എന്ത് കുഴപ്പം? ഇവിടെ പുസ്തകങ്ങളെ പ്രണയിക്കുന്ന മനുഷ്യർക്ക് നേരം പോകുന്നവരെ അവർ വായിച്ചുകൊണ്ടേയിരിക്കും. അവർ പിടിച്ച് പുറത്താക്കിയിട്ട് വേണം കിടക്കുവാൻ. കൃത്യം രാത്രി 10 മണിക്ക് ഇത് അടച്ചിരിക്കും. അപ്പോ കൃത്യം രാത്രി 10 മണിക്ക് തന്നെ അടയ്ക്കൂലേ? എടാ രമണ, എനിക്കിപ്പോ മനസ്സിലായി നമ്മൾ വന്നു വിട്ടിരിക്കുന്നത് നല്ലൊരു സ്ഥലത്താണ്. അതെ, നല്ല സ്ഥലത്താണ്. അതെ, എത്ര സന്തോഷമുള്ള ആളുകൾ, നല്ല വസ്ത്രം, നല്ല രുചിയുള്ള ഭക്ഷണം, ആഭരണങ്ങൾ. എടാ, നമുക്ക് ആ ഭക്ഷണശാലയിലേക്ക് പോയാലോ? അവിടെ നല്ല രുചിയുള്ള ഭക്ഷണമല്ലേ? നമുക്ക് ഇന്നത്തെ ദിവസം അവിടെ ആർമാദിക്കാം. നീ വാ. നീ പോയിക്കോ, ഞാനില്ല. എനിക്കിവിടെ കുറച്ച് പണിയുണ്ട്. പണി? ഞാൻ എന്തായാലും പോവാം. എനിക്ക് നന്നായി വിശക്കുന്നുണ്ട്. ഞാൻ ഇന്നത്തെ ദിവസം അവിടെ ആർമാദിക്കാൻ പോവാ. സ്വർണ്ണമാല ഞാൻ ആ
എനിക്ക് വേണ്ട, നീ എടുക്കും. ഇത് നീ കടം വാങ്ങിയ സ്വർണ്ണല്ലേ? രണ്ടാ ചിലക്ക് ഇതിനൊരു ചതിക്കുഴി ഉണ്ടടാ. എനിക്കിത് വേണ്ട. എനിക്ക് സ്വന്തമായിട്ട് സ്വർണം വേണം, സ്വന്തമായിട്ട്. എടാ നീ എന്താ പറയുന്നത്? ഇവിടെ സ്വന്തമായിട്ട് സ്വർണം കിട്ടിയിട്ട് എന്തിനാ? വാങ്ങാനോ വിൽക്കാനോ ആരുമില്ലല്ലോ. മാത്രല്ല നമുക്കിവിടെ എല്ലാം കിട്ടുന്നില്ല. പിന്നെ നീ എന്താ പറയുന്നത്? നീ എന്താ കള്ളനാവുന്നേ? അതെ, ഞാൻ കള്ളനാ, ചെമ്മാടിയാ. എന്നെ ഉപദേശിച്ച് നന്നാക്കാനൊന്നും നീ നോക്കണ്ട. നീ വരുന്നില്ല. ഞാൻ നിന്നെ വിളിച്ചു. വാടാ. വിളിച്ചേ രമണ, ഞാൻ വിളിച്ചേ. അവളെ കൈവിട്. കൈവിട്. രമണ കൊല്ലുക. നല്ല മതനാടാ. എന്നെ തടയാമെന്ന് കൊല്ലുക. രമണ വേണ്ടതാ. ഇതെന്താണ് ഇവിടെ സംഭവിക്കുന്നത്? ഇവർ ഹട്ടാമ നാട്ടിൽ നിന്ന് വന്നവരാ. നിങ്ങൾ എന്തിനാണ് ആ മനുഷ്യരോട് പങ്കിടുന്നത്? അയാൾ അങ്ങനെ മുറുക്കി പിടിക്കാതെ ചത്തുപോകും. ഞാൻ അപകടകാരിയാണ്. അയാൾ ചത്തുപോകാതിരിക്കാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾ അയാൾ വിടൂ. വീട് ഒന്നും അറിയില്ല. കൊല്ലുക. ഒന്നും അറിയില്ല. സുഹൃത്തെ, നിങ്ങളാണല്ലേ ആ ചുവരിൽ മനോഹരമായി ദ്വാരം ഉണ്ടാക്കിയത്? ഇതുകൊണ്ടാണോ ഉണ്ടാക്കിയത്? എനിക്കും ചുവരിൽ മനോഹരമായ ദ്വാരം ഉണ്ടാക്കുന്ന വിദ്യ പഠിക്കണമെന്നുണ്ട്. അതെ, ഞങ്ങള് അട്ടാമനാക്കുന്നതാണ്. ഞങ്ങൾ പരിഹസിക്കരുത്. ഞങ്ങൾ കള്ളന്മാരാ, പെരുക്കുക, നായക മക്കളാ, തല്ലുക. എന്ത് ശിക്ഷ വേണമെങ്കിലും അമ്മ. നിങ്ങൾ മിടുക്കന്മാരാണ്. ചുമരിൽ ഭംഗിയുള്ള ദ്വാരങ്ങൾ ഉണ്ടാക്കാൻ കഴിയുന്ന മിടുക്കന്മാർ. അവനവന്റെ കഴിവിൽ അവനവന് മതിപ്പുണ്ടാവണം. നിങ്ങൾ ഇരുന്ന് ശത്രുക്കൾ ശത്രുക്കളല്ലല്ലോ, ചങ്ങാതിമാരല്ലേ. ഇവരിരുന്ന് കുറച്ച് സമയം ഇവിടെ ഒറ്റയ്ക്കിരിക്കണം. അല്ല, നമ്മുടെ ഈ മാറ്റുദേശത്തിന്റെ കാര്യം ഇവർക്ക് ആരെങ്കിലും ഒന്ന് വിശദമായി പറഞ്ഞു കൊടുക്കുന്നത് നല്ലതാണ്. ആരാ അത് പറഞ്ഞു കൊടുക്കുക? അപ്പോ നമുക്ക് നാളെ കാണാം. നാടകം Okay.
എനിക്ക് മക്കാമലയിലെ ജനങ്ങൾ വർണ്ണത്തിന്റെ പേരിലും ജാതിയുടെ പേരിലും സമ്പത്തിന്റെ പേരിലും അങ്ങനെ അങ്ങനെ പല തട്ടിലാണ് ജീവിച്ചിരുന്നവരാണ്. അനീതിക്കെതിരെ ആ നാട്ടിലെ തമ്പ്രാക്കന്മാരെ ചോദ്യം ചെയ്തവരെയെല്ലാം, തമ്പ്രാക്കന്മാർക്ക് ഇഷ്ടമില്ലാത്തവരെല്ലാം കുറ്റവാളികളായി മുദ്രകുത്തി ആ ദേശത്ത് നിന്ന് നാടുകൾ അങ്ങനെ മക്കാമല ദേശത്ത് നിന്ന് നാട് കടത്തപ്പെട്ടവരാണ് അവര് സൃഷ്ടിച്ചെടുത്ത ഈ ദേശം ഞങ്ങളുടെ പ്രിയപ്പെട്ട മാതൃദേശം. ഇവിടെ ഞങ്ങൾ ഒന്നിച്ച് വിത്തറിയും ഒരുമിച്ച് കൊയ്തെടുക്കുകയും ചെയ്യും. സന്തോഷത്തോടെ മനുഷ്യരെ പരസ്പരം ബഹുമാനിച്ച് ജീവിക്കുന്ന സ്നേഹത്തിന്റെ വില അറിയുന്നവരുടെ നാട്, അടിമയും ഉത്തമയും ഇല്ലാത്ത നാട്. വേണമെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളുടെ കൂടെ ഇവിടെ ചേരാം, ഞങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ ഒരാളായി. ഇന്ന് രാത്രി നിങ്ങൾ രണ്ടുപേരും പരസ്പരം ആലോചിച്ച് ഒരു തീരുമാനത്തിലെത്തുന്ന എനിക്ക് ഉറപ്പുണ്ട്. അപ്പൊ നാളെ നേരം പുലരുമ്പോ നിങ്ങൾക്കും ഞങ്ങളോടൊപ്പം ചേരാം. സന്തോഷത്തോടെ ഈ മാതൃദേശത്ത് ജീവിക്കാം. എന്താ? അപ്പോ നാളെ കാണാം. കുലത്തിന്റെ പേര്, നിറത്തിന്റെ പേര്, പണത്തിന്റെ പേര് നിരന്തരമായി നമ്മളെ തോൽപ്പിക്കുന്നതിന് മുൻപിൽ ഒരു ദിവസമെങ്കിലും അഭിമാനത്തോടെ ജയിച്ച് ജീവിക്കണമെന്ന് എനിക്ക് ആഗ്രഹം. നമുക്ക് നമ്മുടെ മക്കൾക്കും ജയിക്കാനായി മദന എന്നെ കൂടെ നിൽക്കോളാ. वैज्ञानिक बात में हो या आमदनी के बात में हो या कोई भी दर्श में हो, सब दर्श में हम लोग आगे बढ़े हुए हैं, इसलिए कि हम अपने आप को ये मान के चलते हैं कि हर घर में बिजली है, हर घर में ഞാൻ
മുൻപ് ഇവർക്ക് എന്തെങ്കിലും കോടതിയെ ബോധിപ്പിക്കാനുണ്ടെങ്കിൽ ആവാം. ബഹുമാനപ്പെട്ട കോടതി, ഞങ്ങൾ കണ്ട സ്വപ്നം, കുറ്റകരമായ ആ സ്വപ്നം ഒരിക്കൽ കൂടി കാണുവാൻ ഞങ്ങളെ അനുവദിക്കണം. ഈ നാടകത്തിന്റെ ആരെങ്കിലും അണിയറയിൽ ആദ്യം അല്ലെങ്കിൽ സർദാർ